ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവെ ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഒരു ദിവസം വന്നിരിക്കുകയാണ്. അതായത് സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഉലകനായകൻ കമൽഹാസനും ചേർന്ന് വരുന്ന ഒരു പടം. അപ്പോൾ ഇതിനു മുമ്പ് ലോകേഷുമായിട്ട് ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന്. അവസാനം സുന്ദർ സിയിലേക്ക് ഈ ഒരു ചാൻസ് വന്ന് അവർ ഒഫീഷ്യലി അനൗൺസും ചെയ്തു. ബട്ട് എന്നിരുന്നാലും എന്തോ ഒരു പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളിൽ അത് ഡ്രോപ്പായി. ഇപ്പോൾ പുതിയൊരു കാര്യത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്ലിംസാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു റീയൂണിയൻ, ഒരു രജനീകാന്ത് കമൽഹാസൻ റീയൂണിയൻ. അപ്പോൾ ആരാണ് സംവിധാനം, ആരാണ് മ്യൂസിക്, ആരാണ് പ്രൊഡ്യൂസർ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ആ ഗ്ലിംസിൽ എന്തുണ്ടെന്ന് നോക്കാം. എന്തായാലും കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാം, നമുക്കൊരു കിടിലൻ ഗ്ലിംസ് വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വാ, எந்த ரூமுக்கு ஃபர்ஸ்ட் போறது? ஒரு விதமான സംവിധാനം അനിരുദ്ധ്. எங்க கவுன் தொடுங்க. நேத்தல சண்முக பிரியாவா கோகில பிரியாவா? ஹீரோயினா சரி, கரகர பிரியாலே போயிடுவோம். தொண்டை வேற ஒரு மாதிரி இருக்கு. இசை தெரிஞ்ச என்னையே എനിക്കും തൊണ്ട மாதிரி ഇരിക്കുന്നു. பாவம் அதர்ஸ். பட் இந்த 2 finger டெக்னிக் ரொம்ப நல்லா இருக்கு. நம்மளும் இதையே ஃபாலோ பண்ணுவோம். இந்த ரூமுக்கே போகலாம். കമൽഹാസന്റെ കൈ. சூப்பர் சார். ரஜினி சாரும் இதான் செலக்ட் பண்ணியிருக்காரு. குட் சாய்ஸ் சார். கமல் சாருக்கு இது ரொம்ப அழகாக இருந்தது. இருக்கட்டும். രണ്ടുപേരും ഒത്തുപോലെന്നാണ് പറയണ. സാർ എടുത്തിരിക്കാറാ ഇല്ലയോ? இல்லை சார், இது சார் எடுக்கல. ഇത് அது ஆல்ரெடி சார் எடுத்து கட்டிட்டார் சார். കമൽഹാസൻ രജനീകാന്ത് രണ്ടുപേരും ഒരുമിച്ച്. റെഡ് മൂവീസ് ബീറ്റാ. ഓ ഗൈസ്, രണ്ടുപേരും ഒരുമിച്ച് എടുത്തിട്ടുണ്ട് നെൽസൺ. അതിന് തന്നെ നെൽസൺ ആദ്യം ഒരു കയ്യടി ഉണ്ട്. കാരണം നെൽസന്റെ ആ ഒരു പ്രോമോ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആ ഒരു പ്രോമോയുടെ ഒരു ഇമ്പാക്റ്റ്, അതായത് ഒരു കോമഡി ടൈപ്പ്, ഒരു ഫൺ ടൈപ്പ്, അതുമല്ല അവരെയും അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. എലഗന്റ് ആയിട്ട് രണ്ടുപേര്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇപ്പൊ കാണുമ്പോൾ രജനിക്ക് തന്നെയാണ് കേട്ടോ കുറച്ച് ഓറ കൂടുതൽ. പക്ഷെ അവര് പ്രസന്റ് ചെയ്യുന്ന രീതി, ആ ഒരു തമാശ രൂപേണം. രജനി സാർ അത് എടുത്തിട്ടുണ്ട്, അപ്പൊ കമൽഹാസൻ വേറെ ഇതെടുക്കുന്നു, കമൽ സാർ ഇതെടുത്തിട്ടുണ്ട്, അപ്പൊ രജനീകാന്ത് വേറെ ഇതെടുക്കുന്നു. ആ ഒരു കോമഡി ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് നെൽസന് കിട്ടിയ വൺ ചാൻസ് ആണിത്. ഉലകനായകൻ കമൽഹാസൻ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. അതിന് എവിടെ പേര് ഇതൊക്കെ ഇതിന്റെ ഇടയിൽ നെൽസൺ ഇതൊക്കെ എവിടെ തൂക്കിയിട്ടുണ്ട്. നെൽസൺ നെൽസൺ ഇതെന്താണ് എന്തോന്ന് ഉദ്ദേശിച്ചത്? അതൊക്കെ പോട്ട് കമൽഹാസനും രജനീകാന്ത് നടന്നു വരുമ്പോ അവിടെ എന്താണ് നടക്കുന്നത്? ഇത് കൺഫേം ഇതൊക്കെ ഇവിടെ ഏതോ ഫോറിനേഴ്സ് ആണ്. അത് കണ്ടാലേ മനസ്സിലാവും. ഇവിടെ നിന്ന് തൂക്കിയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശ്രദ്ധ തിരിയുന്നു നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് എന്നാണ് തോന്നുന്നത് നെൽസൺ. അല്ലെങ്കിൽ വീഡിയോ കയറാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് നെൽസൺ ചെയ്തതെന്നാണ് തോന്നുന്നത്. രജനീകാന്ത് കമൽഹാസൻ നടന്നു വരുമ്പോൾ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നിങ്ങത് കണ്ടു കാണുമല്ലോ. ബിറ്റ്വീൻ ഇതെന്തോന്ന് പ്ലാനിങ് നെൽസൺ? ഡോണ്ടു. എന്തായാലും എല്ലാവരും എവിടെ നിന്നൊക്കെ തൂക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ സെലക്റ്റീവ് ആയിട്ട് എടുത്തു തോന്നുന്നു നെൽസൺ യു ആർ ടു നോട്ടി. അങ്ങനെ മ്യൂസിക്കൽ അത് മതി, അതാണ്. ഒരു പഴയ ഒരു റെട്രോ വൈബ്.
ഇതാണ് കമലഹാസൻ രജനീകാന്ത് റീയൂണിയൻ. നെൽസന് കിട്ടിയ ആ ചാൻസ്. சார் ஒரு பீத் தோணும், ஒரு பப்பி லகரியும் பப்பி மிக்ஸ் பண்ண மாதிரி ஒரு தீம் மியூசிக் ரெடியா இருக்கு. தீம் மியூசிக் அதெல்லாம் அப்புறம் கேட்கலாம். அதுக்கு முன்னாடி ஒண்ணு கேட்கணும். யாரு ஹீரோ? கேட்கறாங்க இல்ல, சொல்லுங்க ஜி. சொல்லு. ஹீரோ commenting soon. Guys, അപ്പം ഒരു കിട്ടില്ലൻ ചാൻസ് ആണ് നെൽസന് കിട്ടിയിട്ടുള്ളത്. കാരണം മറ്റു ഡയറക്ടേഴ്സിനൊന്നും കിട്ടാത്ത ഒരു അപൂർവ ചാൻസ് രജനീകാന്തിനെയും കമൽഹാസനെയും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ള ചാൻസ് ആണ് നെൽസന് കിട്ടിയിട്ടുള്ളത്. അത് മിക്കവാറും അതായത് ഇപ്പം കമൻസിങ് സൂണ് വിട്ടായി. അപ്പോൾ ഈ ഗ്ലിംസിനെ കുറിച്ച് പറയാനുള്ള ഗ്ലിംസ് അടിപൊളി ഗ്ലിംസ്, തുടക്കം തൊട്ട് അവസാനം വരെ ഒരു എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് നന്നായിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കോമഡി ആയിട്ടും ഇടയിൽ 2-3 കുറേ നല്ല പെൺപിള്ളേരെയും കൊണ്ടുവന്ന് അതും അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആക്കി നെൽസൺ. പിന്നെ അനിരുദ്ധ് നെൽസൺ കോംബോയും കൂടെ ഒക്കെ ആകുമ്പം ഇതിൽ ഒരു വലിയൊരു പോസിറ്റീവ് പറയുമ്പം അനിരുദ്ധിൻ്റെ BGM തന്നെയാണ്. ഈ BGM ഒക്കെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് പറഞ്ഞത്, അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു നായകനനുസരിച്ച് ആ ഒരു പഴയ ആ ഒരു റെട്രോ വൈബിൽ ആ ഒരു പഴയ ബീറ്റും പഴയ കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയ ഒരു സെറ്റിംഗ് പോലെ കേൾക്കാൻ തന്നെ ഒരു ഫ്രഷ് ഫീൽ തരുന്ന ഒരു കിടിലൻ സെറ്റിംഗ് ഒക്കെ ആണെന്ന് കിടിലൻ BGM എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രാജ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു BGM. ആൻഡ് കമൽഹാസനെയും രജനീകാന്തിനെയും പ്രസൻറ്റ് ചെയ്ത ഒരു നല്ല കോട്ടും ഷൂ ഒക്കെ ഇട്ട് സൂപ്പറായിട്ട് നല്ല രീതിക്ക് തന്നെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവരുടെ ആ ഒരു നടത്തവും ആ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാത്തിലും ഉപരി ആ ഒരു ആളുടെ ഒരു തമാശ രൂപയാണ്. ഇത് അവരെടുത്തിട്ടുണ്ടോ സാറ്, ഇത് ഞാൻ എടുക്കുവാണ്, അങ്ങനെ ആ ഒരു സംസാരം ഇഷ്യൂ അവരെടുത്തിട്ട് ഇത് വേണ്ട, അങ്ങനെ അവരുടെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആര് ഹീറോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു വളരെ ഫണ്ണായിട്ടും കോമഡി ആയിട്ടും നല്ല കിടിലനായിട്ട് തന്നെ അത് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെൽസൺ ഇപ്പോൾ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നെൽസൺ ഇപ്പോൾ ബീസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നെൽസൺ ജയിലർ ചെയ്തു. ഇപ്പോൾ ജയിലർ 2 ഉണ്ട്, അതും രജനീൻ്റെ കൂടെയാണ്. രജനീൻ്റെ റിലീക്സ് അത് വരുന്നുണ്ട്. അത് കഴിഞ്ഞതായി ഇപ്പോൾ ഇത് രജനി കമൽഹാസനും ചേർന്ന്. അപ്പോൾ തമിഴിൽ തന്നെ ഏറ്റവും വലിയൊരു ചിത്രങ്ങളിലാണ് ഇപ്പം നെൽസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംവിധാനം. പിന്നെ അനിരുദ്ധ്, നെൽസൻ്റെ ഒരു പടമാണെങ്കിൽ അനിരുദ്ധ് ഉണ്ടാവും, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനിരുദ്ധിൻ്റെ പാട്ടും മ്യൂസിക്കൊക്കെ ഇതിൽ നന്നായിട്ടുണ്ടാകും. പിന്നെ നെൽസൺ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഈ പെൺകുട്ടികളെയൊക്കെ ഇവർ നല്ല രീതിക്ക് എവിടെ നിന്നോ ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് പെൺപിള്ളേരെ തൂക്കിയിട്ട് വന്നിട്ടുണ്ട് നെൽസൺ. അപ്പോൾ തന്നെ തൊണ്ട ചെറിയ വേദന ഉണ്ട്, അതാണ് ഇടയ്ക്ക് സൗണ്ടൊക്കെ ഇങ്ങനെ ക്രാപ്പിയായി ഹസ്കിയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ഗ്ലിംസ് നന്നായിട്ടുണ്ട്. ആ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ നല്ല രീതിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ബട്ട് നെൽസനോട് എനിക്ക് പറയാനുള്ളത് ഒരു കിട്ടിലൻ ചാൻസാണ്. അപ്പോൾ തമിഴ്നാട് ഉറ്റുനോക്കുന്ന പടവും കൂടെ ആയിരിക്കും. കാരണം 2 ലെജൻസിനെ, തമിഴ്നാട് മാത്രമല്ല ഇന്ത്യ മുഴുവൻ 2 ലെജൻസിനെ കമൽഹാസനും രജനീകാന്തും ഒരുമിച്ചൊരു സിനിമ വരുന്നു. അതെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലും കൂടെ ആ സിനിമ ഒന്ന് പുള്ളൗട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് സംവിധായകൻ്റെ പേരിലേക്ക് നെൽസൻ്റെ പേര് വരാൻ അധികം സമയമൊന്നുമില്ല അതിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അതാണ്, കിട്ടിയ ചാൻസ് മുതലാക്കിയ ലോട്ടറി എന്ന് വെച്ചാൽ ലോട്ടറിയാണ്, അത് വേറെ പറയാനൊന്നുമില്ല. പക്ഷെ അത് ചാൻസ് പോയാൽ പിന്നെ ഇനിയൊരു ചാൻസ് കിട്ടുമെന്നും പറയാൻ പറ്റില്ല. അപ്പം മാക്സിമം ഈ ചാൻസ് നെൽസൺ മുതലാക്കി എങ്ങനെയെങ്കിലും പടത്തെ കിട്ടിലും പടാക്കി ഒരു ഹിറ്റാക്കി എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു പടം എടുത്താൽ വേറെ ലെവലായിരിക്കും. മൊത്തത്തിൽ ഗ്ലിംസ് അടിച്ച് പിന്നിട്ടുണ്ട്. ആ ബീറ്റ് ആവട്ടെ, അവരുടെ ആ ഒരു പ്രസന്റ് ആവട്ടെ, ആ ഒരു കോംബോ റീയൂണിയൻ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. എന്തായാലും കിട്ടിലും പടം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ മോഡൽസിനെ പോലെ കുറച്ച് പെൺപിള്ളേരെ തൂക്കിയിട്ട് നെൽസൺ എവിടെ നിന്ന് വന്നെന്നാണ്